പൊങ്കാലയ്ക്കായി തിരുവനന്തപുരത്ത് ഭക്തലക്ഷങ്ങളാണ് സംഗമിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം പണ്ടാര അടുപ്പിൽ തീ പകരും. അതിൻ്റെ വിശദാംശങ്ങളുമായി സനിസ ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. സനിസ, ഏതാണ്ട് സമയമായി കഴിഞ്ഞു, അതിൻ്റെ തയ്യാറെടുപ്പുകൾ അവിടെ പൂർത്തിയായോ? എന്താണ് വിവരങ്ങൾ? കൃത്യം 9:15 തന്നെ ശുദ്ധ പുണ്യാഹത്തോടെയുള്ള പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി 9:45 ആകുമ്പോൾ പൊങ്കാല അടുപ്പുവെട്ട് ചടങ്ങും നടക്കും. കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗം തോറ്റം പാട്ടുകാർ പാടിത്തീർക്കുന്നതോടെ ആറ്റുകാൽ ക്ഷേത്ര തന്ത്രി പരമേശ്വര ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ദീപം ക്ഷേത്ര തിടപ്പള്ളിയിൽ പൊങ്കാല അടുപ്പിലേക്ക് പകരും. ഇതോടെ ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻഭാഗത്ത് സജ്ജമാക്കിയ പണ്ടാര അടുപ്പിൽ പകരുന്നതോടെ പൊങ്കാല അനന്തപുരിയെ യാഗശാലയാക്കി മാറ്റുമെന്ന് നമുക്ക് പറയാം. ജനലക്ഷങ്ങളാണ് ഈ പൊങ്കാലയ്ക്കായി തിരുവനന്തപുരത്ത് എത്തിയത്. ക്ഷേത്ര പരിസരം മുതൽ നഗരവീഥികളുടെ ഇട റോഡുകളും എല്ലാം പൊങ്കാല സമർപ്പണത്തിനായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ജനലക്ഷങ്ങൾ ഇവിടെ ഇന്നലെ മുതൽ തമ്പടിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇന്നലെ നഗരങ്ങളിലടക്കം അവർ ഇന്നലെ തന്നെ അവിടെയായിരുന്നു അവർ താമസിച്ചതടക്കം. അത്രയും അമ്മയ്ക്ക് നൈവേദ്യം അർപ്പിക്കാൻ വേണ്ടി അത്രയും മനതർപ്പണത്തോടെയാണ് ഓരോ ഭക്തരും വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:15 ഉച്ചപൂജ കഴിയുന്നതോടെ ആയിരിക്കും പൊങ്കാല നിവേദ്യം. 350ഓളം പൂജാരിമാർ വിവിധ ഇടങ്ങളായി നിവേദിക്കാൻ വേണ്ടി നിവേദ്യം പലർക്കും നിവേദിക്കാൻ വേണ്ടി തയ്യാറായി നിന്നിട്ടുണ്ട്. പൂജാരിമാർ പൊങ്കാല നിവേദ്യത്തിൽ തീർത്ഥം തളിക്കുന്നതോടെയാണ് ഈ പൊങ്കാലയുടെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാകുക. പക്ഷേ ഇന്ന് ചന്ദ്രഗ്രഹണമായതുകൊണ്ട് തന്നെ 3:10 മുതൽ 7 മണി വരെ ക്ഷേത്രം അടച്ചിടുകയാണ്. അതിനുശേഷമായിരിക്കും 7 മണിക്ക് ശേഷമായിരിക്കും ക്ഷേത്രം തുറക്കുക. അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ഈ പൊങ്കാലയിൽ പുണ്യാഹം തെളിക്കുക. പുണ്യാഹം തെളിക്കുന്നതോടുകൂടി തന്നെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും അവസാനിക്കും. ഭക്തി ദർപ്പണത്തോടെ ശാന്തിയോടെ ആത്മശാന്തിയോടെ പൊങ്കാല അർപ്പിക്കാനെത്തിയ സ്ത്രീജനങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും യാത്രയാകും. മറ്റൊരു പൊങ്കാല കാലത്തിലേക്ക് അവർ യാത്രയാകും. അത്രയും ഈ ഓരോ വർഷം കഴിയും തോറും പൊങ്കാലയ്ക്ക് എത്തുന്ന ജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ വടക്കൻ മേഖലകളിൽ നിന്നൊന്നും അത്രയും പേർ ഇവിടെ വരാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം വടക്കൻ മേഖലയിൽ നിന്നടക്കം ഒരുപാട് സ്ത്രീകൾ ഇങ്ങോട്ടേക്ക് എത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ 7:30 ദീപാരാധന നടക്കുക. 8:30 കുത്തിയോട്ടം, ചൂരൽകുത്ത് ചടങ്ങ്, താലപ്പൊലി എന്നിവ നടക്കും. ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. താലപ്പൊലി 10 വയസ്സിന് താഴെയുള്ള ബാലികമാരാണ് എടുക്കുക. ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത് ചൂരൽകുത്ത് അതുപോലെയുള്ള ആചാര അനുഷ്ഠാനങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. കൂടാതെ ആത്മസമർപ്പണത്തിന്റെ ഒരു നാളുകളാണ് കഴിഞ്ഞ 9 ദിവസം കഴിഞ്ഞു പോയത്. 10 ദിവസത്തെ ഉത്സവമാണ് ആറ്റുകാൽ ഉത്സവം. നാളെയും ഇതിന്റെ ചടങ്ങുകളുണ്ട്, കുരുതി അടക്കമുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ആറ്റുകാൽ പൊങ്കാല ഉത്സവം പൂർത്തിയാകുക. ആറ്റുകാൽ പൊങ്കാല അവിടെ പൊങ്കാല അടുപ്പിൽ തീ പകരാനുള്ള സമയം ഏതാണ്ട് ആയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളാണ് സരിസ നൽകിയത്.